അണ്ണാ 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 എന്നെ കൊടുത്ത് അവിടെ ആക്കി തന്ന കണ്ണൂർ വരെ. എവിടെ? കണ്ണൂര്. എന്തിനി? അണ്ണാ ഞാൻ ഒളിവിലെന്ന്. കണ്ണൂർ എവിടെ പോകണം നിനക്ക്? റെയിൽവേ സ്റ്റേഷനിൽ. കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ? ഓ ഞാൻ ഒളിവിലെണ്ണ ഇപ്പം. ഈ ഒളിവിൽ പോകാൻ വേണ്ടി എന്ത് തെറ്റടേ നീ ചെയ്തു? അണ്ണാ ഈ ഇടയ്ക്ക് മന്ത്രി ആക്രമിച്ച കേസില്ലേ അണ്ണാ? മന്ത്രി ആക്രമിച്ചതാ തടഞ്ഞതാ? തടഞ്ഞത് വെറുതെ. ഓ അങ്ങനെ ഒരു വെയിറ്റിന് വേണ്ടി ചെയ്തതോ? ഓ അപ്പൊ ആ കേസിൽ ജാമ്യമില്ലാ വകുപ്പിട്ട് എല്ലാ കേസും കൂടെ എടുത്ത് എന്റെ തലയിൽ വെച്ച് തന്നെ എനിക്ക് വാറണ്ട് പോലെ ആയി കിടക്കണം. അല്ല മൊത്തത്തിൽ കൊളാബ്രിക്കേഷൻ ആയി കിടക്കണം. നിന്നെ എന്തായാലും എടുത്തോണ്ട് എന്നെ എന്തായാലും ഉറപ്പായിട്ട് എടുത്തോണ്ട്. നീ ഒളിവിൽ പോകാൻ വേണ്ടിയേ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലല്ലേ ഈ സംഭവം നടന്നത്. എന്നിട്ട് അതേ സ്റ്റേഷനിൽ പോയി നീ തല വെച്ചാലേ അവന്മാരെ അപ്പൊ എടുത്തോണ്ട് പോകും. എന്താണ് കേസിൽ പ്രതിയായ? കേസിൽ പ്രതി എന്നാ? കേസിൽ FIR ആയോ? അണ്ണാ കേസിൽ FIR ആയി. എല്ലാ കേസും എന്റെ തലയെടുത്ത് വച്ചിരിക്കുകയാണ്. മൊത്തം നീ തന്നെ പ്രതി? ഓ ഞാൻ തന്നെ പ്രതി. അപ്പൊ എന്തായാലും നീ ഒളിവിൽ പോകണം. പൊന്നെണ്ണ അത് കുറച്ച് ദിവസം ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും മാറിയില്ല, അതാണ് നല്ലത്. അണ്ണാ അതല്ലണ്ണ എനിക്ക് സങ്കടം. പിന്നെ എന്തൊരു വിഷമം? അണ്ണാ എന്റെ അപ്പൂപ്പന്റെ അമ്മൂമ്മേരെ കൂടെ പേരും കൂടെ ഉണ്ണ ഈ കേസിൽ FIR-ൽ. അപ്പൊ അവര് തടയാ ഉണ്ടായിരുന്നിരിക്കും. അണ്ണാ അത് പിന്നെ അങ്ങനെ അണ്ണാ എന്ത് കാര്യം? 10 വർഷം മുമ്പ് മരിച്ചതല്ലേ അണ്ണാ എന്റെ അപ്പൂപ്പനെ അമ്മൂമ്മേ? അപ്പൂപ്പനും അമ്മ മരിച്ചിട്ട് 10 വർഷമായി. അതാണ് ഇവിടുത്തെ പോലീസ്, മനസ്സിലായ? ഇവരെയും കൂടെ ചേർത്ത് എങ്ങനെയാണ് ഈ പോലീസ് മണ്ടന്മാര് കേസെടുത്തേക്കണ പോലീസുകാരന്മാര്? എടാ അത് പോലീസ് മണ്ടന്മാരായതുകൊണ്ടല്ല, പിന്നെ ഈ രാഷ്ട്രീയക്കാരന്മാര് കിഴങ്ങന്മാരെ അവന്മാരെ സ്വാധീനിച്ച് ചെയ്യുന്നത് കൊണ്ടാണ്. അല്ലാതെ കേരള പോലീസ് അത്ര മോശമൊന്നുമല്ല, മനസ്സിലായില്ലേ? അതുകൊണ്ട് രാഷ്ട്രീയക്കാരന്മാരെ കുഴപ്പമാണ്. ഈ രാഷ്ട്രീയക്കാരന്മാരെ കിഴങ്ങന്മാരെ കൊണ്ടൊരു നിവൃത്തിയില്ലല്ലോ എന്റെ തമ്പുരാനെ.